നമസ്കാരം. ഞാനിപ്പോൾ ഹരിപ്പാട് കിഴക്ക് പള്ളിപ്പാട് ഉള്ള ജയശ്രീ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ അടുത്തേക്ക് നമസ്കാരം. നമസ്കാരം. ജയശ്രീ നല്ലൊരു ഗായികയാണെന്ന് പറഞ്ഞറിഞ്ഞ് വന്നതാണ്. എൻ്റെ ഫേസ്ബുക്ക് ഐഡിയിലൂടെ അല്ലേ കണ്ട് എന്നെ വിളിച്ചു വന്നതാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. ഹസ്ബൻഡ് പേര് സുരേന്ദ്രൻ. മക്കളുടെ പേര് അക്ഷിത്ത്, മോഹിത്ത്. പഠിക്കുവാണോ? മൂത്ത മോനെ ബിടെക് ഫൈനൽ ഇയർ, ഇളയ +2. ജയശ്രീക്ക് എന്താ ജോലി? തയ്യക്കടയാ. കടയുടെ പേരെന്തുവാ? ജയ സ്റ്റിച്ചിങ് സെന്റർ, നെടുന്തര. ഹരിപ്പാടിന് സ്ഥലം കിഴക്കായിട്ട് നെടുന്തര എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഈ ഗായിക സ്വന്തമായിട്ട് ജയ സ്റ്റിച്ചിങ് സെന്റർ എന്ന് പറയുന്ന ഒരു തയ്യൽക്കടയുണ്ട്. നമ്മുടെ ചുരിദാർ മറ്റുള്ള ലേഡീസിൻ്റെ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ബന്ധപ്പെടുക. ഞാൻ ഫോൺ നമ്പർ കൊടുത്തേക്കാം, ക്യാപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം പിന്നെ ഇതിനു മുമ്പ് എന്താ ജോലി? എന്തായിരുന്നു? ഇതിനു മുമ്പ് ഞങ്ങൾ ഡൽഹിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. നേഴ്സായിരുന്നല്ലേ? പിന്നെന്തെങ്കി പോകുന്നത്? ഇളയ മോനെ ഇച്ചിരി വയ്യാഴിയൊക്കെ ആയപ്പോൾ പിന്നെ ഇങ്ങനെ വന്നത്. അല്ലേ? ഇവിടെ ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ അറിഞ്ഞു നിങ്ങളിവിടെ എന്തൊരു ഭക്തിഗാന ഉണ്ടല്ലേ? അതിന്റെ പേരെന്താണ്? നാദം ഓർക്കസ്ട്ര, ഹരിപ്പാട്. നിങ്ങൾ ആരൊക്കെ ഉള്ളത്? അത് എൻ്റെ കൂടെ ഉണ്ണികൃഷ്ണൻ സാർ എന്ന് പറയുന്ന ഒരു സാറുണ്ട്. സാറാണ് നമ്മളെ ഭക്തിഗാനമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കും. അപ്പോൾ സാറിനോട് ഒരു കാര്യം പ്രത്യേകം പറയണം, എന്നെ കൂടെ വിളിക്കാൻ പറയണം. കാരണം ഞാനും ചെറിയൊരു തബലിസ്റ്റൊക്കെയാണ്. വല്ല ഭക്തിഗാനം കൊണ്ട് എന്നെ കൂടെ വിളിക്കാൻ പറയണം. തീർച്ചയായിട്ടും പറയാം. പിന്നെ വേറെ ആരൊക്കെ ഉള്ളത്? വേറെ നമ്മുടെ കൂടെ മഞ്ജു എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. വേറെ 2-3 ആൾക്കാരുണ്ട്. അപ്പം ഇത് ഒരു എല്ലാ രീതിയിലും വർക്ക് ചെയ്യുന്നൊരു കലാകാരിയാണ്. സ്റ്റിച്ചിങ് സെൻറ്റർ, നേഴ്സായിരുന്നു, പാട്ട് പാടും, പിന്നെ സ്വന്തമായിട്ട് ഒരു ഭക്തിഗാനമുള്ള ട്രൂപ്പ് നാദം ഓർക്കസ്ട്ര അല്ലേ ഹരിപ്പാട്. അതിനും വല്ല പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഭക്തിഗാനം വിളിക്കും, നാദ ഓർക്കസ്ട്ര വിളിക്കുക. എന്തായാലും നമുക്ക് ജയശ്രീയുടെ പാട്ടൊന്ന് കേൾക്കാം. ഈ പാട്ട് കേട്ടിട്ട് ജനങ്ങൾ തീരുമാനിക്കും പാട്ടിന് വിളിക്കണോ തയ്യലിന് വിളിക്കണോ അതോ ഏത്. പറഞ്ഞു കേട്ടറിഞ്ഞത് ജയശ്രീ ഒരു നല്ലോണം പാടുമെന്ന് അറിഞ്ഞത്. അത് തീർച്ചയായിട്ടും ഇവിടെയും പ്രകടിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, ജയശ്രീ പാടുകയാണ്. ജയശ്രീയെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ജയശ്രീയുടെ പാട്ട് കേൾക്കാം. ഓക്കെ? അല്ല, ഏത് പാട്ടാണ് പാടുന്നത്? സ്വർണ്ണമുകിലേ ജാനകി അമ്മയുടെ സ്മരണാർത്ഥം. ഞാൻ പാടി കൊളവാക്കുന്നില്ല. അപ്പൊ ഈ ഗാനം ജയശ്രീയുടെയും എന്റെയും പേരിൽ ജാനകി അമ്മയ്ക്കുള്ളൊരു സമർപ്പണമായി കൂടി കരുതുക. അപ്പോൾ നമുക്ക് ജയശ്രീയുടെ പാട്ട് കേൾക്കാം. സ്വപ്നം കാണാറുണ്ടോ? വർഷസന്ധ്യ വർഷസന്ധ്യ മാറിവില്ലിൻ വരണമായും തീർക്കുമ്പോ മോഹവേദന എന്നെപ്പോലെ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും
ജയശ്രീ പള്ളിപ്പാട്. അതെ. വളരെ മനോഹരം കേട്ടോ, ഗംഭീരമായിട്ടുണ്ട്. ഞാൻ നമസ്കരിക്കുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും അല്ല മരുന്നുകൊണ്ടല്ല, ഗംഭീരമായിട്ട് പാടി. തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകർ ജയശ്രീയുടെ പാട്ട് സ്നേഹത്തോടെ സ്വീകരിക്കും, സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയും ഒന്നുകൂടെ പറയാം, മിക്കവാറും ഞാൻ ഒന്നുകൂടി ജയശ്രീയുടെ അടുത്ത് വരേണ്ടി വരും, പ്രേക്ഷകർ ആവശ്യപ്പെടും കേട്ടോ. ഓക്കെ, സന്തോഷം. അപ്പം എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ജയശ്രീയുടെ പാട്ട് സ്വീകരിക്കുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ.